ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 10ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. 10ാമത്തെ അവതരണം, ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകൾ. വെറുതെ ശൂന്യതയിലേക്ക്, ആകാശത്തിലേക്ക് നീക്കി ദൈവമേ എന്ന് വിളിക്കുകയല്ല വേണ്ടത്. ദൈവത്തിലേക്ക് ഹൃദയവും മനസ്സും ഉയർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടും നിശ്ചയത്തോടും കൂടി മാത്രമാണ് ദൈവത്തെ വിളിക്കേണ്ടത്. ദൈവവചനം പറയുന്നത് വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം, അതായത് ദൈവത്തെക്കുറിച്ചുള്ള നിശ്ചയം, ദൈവമുണ്ട് എന്ന ബോധ്യം. ആ ബോധ്യത്തിൽ നിന്ന് വേണം ദൈവത്തെ വിളിക്കാൻ. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ വിളി കേൾക്കുകയുള്ളൂ. അതിന് സഹായകരമായിട്ടുള്ള പഠനങ്ങളാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് വളരെയധികം ക്രമീകരണങ്ങളോടുകൂടി, തയ്യാറെടുപ്പുകളോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ 10ാമത്തെ അവതരണത്തിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകൾ നാം മുന്നോട്ട് പഠിക്കുമ്പോൾ കഴിഞ്ഞ പാഠത്തിലെ പ്രധാന ചിന്തകളിലേക്ക് പുറകോട്ട് നോക്കിയാണ്. കാരണം ഈ അവതരണങ്ങൾ ലളിതമല്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, വീണ്ടും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒന്നിന്മേൽ ഒന്ന് പണിതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് നീണ്ട യാത്രയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള തെളിവുകൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പല വാദഗതികളിലൂടെയാണ് അവതരിപ്പിച്ചത്. ആദ്യമായി നമ്മൾ അവതരിപ്പിച്ചു, ഒരു ഫലമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം അത് ഫലമാണ്. അതിൻ്റെ പിന്നിൽ പക്ഷേ ഒരു കാരണമുണ്ടാകണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ, ദൈവം ഈ പുല്ലിനെ പോലും ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ, ആ ചെറിയ പുല്ലിനെ പോലും അണിയിച്ചൊരുക്കിയതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ്. സൂക്ഷ്മമെന്ന് കാണുന്ന സൂക്ഷ്മാണുക്കളെ പോലെ, പരമാണുക്കളെ പോലെ വളരെ സൂക്ഷ്മമായി കാണുന്ന കാര്യങ്ങൾ വരെ ദൈവത്തിൻ്റെ രൂപകൽപ്പന, ദൈവത്തിൻ്റെ പ്ലാനാണ്, പദ്ധതിയാണ്. അപ്പം ഈ ഫലത്തിൻ്റെ പിന്നിൽ കാരണമുണ്ട്. പ്രപഞ്ച ഉൽപ്പത്തിവാദം. രണ്ടാമത് നമ്മൾ കണ്ടത് പ്രയോജനവാദം. എല്ലാം ഒരു രൂപകൽപ്പന, എല്ലാത്തിനും ഒരു രൂപകൽപ്പന, ഒരു ഡിസൈൻ എല്ലായിടത്തും കാണാം. അത് മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് സഹായകരമായ രീതിയിലാണ് ദൈവം അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എബ്രായ ലേഖനം പറഞ്ഞ പോലെ, ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സകലവും ചമച്ചവൻ ദൈവമാണ്. ഈ വിധത്തിൽ ഭൂമിയെ രൂപകൽപ്പന ചെയ്ത് വാസയോഗ്യമാക്കി അന്തരീക്ഷത്തിൽ സൂര്യചന്ദ്ര നക്ഷത്രാദി ഗ്രഹങ്ങളെയും ആകാശഗംഗകളെയും എല്ലാം സംഘടിപ്പിച്ച് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ഒരു മനോഹരമായ ഒരു രൂപകൽപ്പനയാണ്, അഖിലാണ്ടത്തിൻ്റെ രൂപകൽപ്പന. ആ വാദം നമ്മൾ കണ്ടു. കൂടാതെ മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് ദൈവമെന്ന ചിന്ത. ദൈവമെന്ന ചിന്തയുടെ ഉറവിടം എവിടെ നിന്ന്? പദാർത്ഥത്തിൽ നിന്ന്, കുഴഞ്ഞ മണ്ണിൽ നിന്ന്, പൊടിയിൽ നിന്ന് ദൈവമെന്ന ചിന്ത ഉണ്ടാകില്ല. മനുഷ്യൻ വെറും മൃഗം പരിണമിച്ചുണ്ടായതാണെങ്കിൽ എന്തിനാണ് മനുഷ്യന് ദൈവത്തിൻ്റെ ആവശ്യം? ദൈവമെന്ന് വിളിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ മനുഷ്യനിലുള്ള ദൈവമെന്ന ചിന്തയുടെ ഉറവിടം തന്നെ ദൈവം ഒരു ഉണ്മയായി, സത്യമായി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ വാക്ക്, ദൈവം എന്ന വാക്ക് പോലും ആവിർഭവിച്ചത് അതുകൊണ്ടാണ്. 4ാമത്തെ വാദഗതിയിലാണ് നമ്മൾ നിൽക്കുന്നത്, മനുഷ്യൻ്റെ മതബോധം. മനുഷ്യന് മതപരമായൊരു ബോധമുണ്ട്. മതം എന്ന വാക്ക് നാം ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ അന്തരീക്ഷത്തിൽ കാണുന്ന സംഘർഷഭരിതമായ വാക്കിൻ്റെ അർത്ഥത്തിലല്ല. മതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവവിചാരം, മതപ്രതിപത്തി. അത് ജന്മവാസനയായിട്ട് മനുഷ്യനിലുണ്ട് എന്ന് നമ്മൾ കണ്ടു. ജന്മവാസനയാണ് മനുഷ്യന് ദൈവവിചാരം, ഉന്നതനായ ഒരു ദൈവത്തിലേക്ക് ഹൃദയമുയർത്താനുള്ളൊരാഗ്രഹം. ഇത് സാർവലൗകികമാണ്. ലോകം മുഴുവനുള്ള സകല സംസ്കാരങ്ങളിലും, പല നിറത്തിലും ഭാഷകളിലും വർഗത്തിലും വർണ്ണത്തിലുമായി ചിതറിക്കിടക്കുന്ന സകല ഗോത്രങ്ങളിലും സകല ജനങ്ങളുടെ നടുവിലും ഈ ഒരു ചിന്ത അവിടെ ഉള്ളിലുണ്ട്. ആരാധിക്കുന്ന രൂപങ്ങൾ പലതാണ്. ദേവന്മാരും ദേവതകളുമെല്ലാം പലതരത്തിൽ. ചില മൃഗങ്ങളെ, ഇഴജന്തുക്കളെ വരെയൊക്കെ ആയിരിക്കും ആരാധിക്കുന്നത്. അവർ ശരിയായ പരിജ്ഞാനം കിട്ടിയിട്ടില്ല, യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ദൈവം എന്നൊരു ചിന്തയുണ്ട്. ഈശ്വരൻ, ദൈവം, ഉന്നതനായ ഒന്ന് ഉണ്ടെന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ട്. ഈ ബോധം എല്ലായിടത്തും പ്രതിഫലിക്കുന്നുണ്ട്. ജീവിക്കുന്ന സകല മനുഷ്യരിലും അതുണ്ട്. ദൈവനിഷേധിയായ നിരീശ്വരവാദിയും ചാർവികൻ പോലും അവനെ തന്നെയാണ് ആരാധിക്കുന്നത്. അവനെ ആരാധിച്ചുകൊണ്ട്, അവൻ്റെ നിഗമനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ തന്നെ ആരാധിക്കുന്നതാണ്. അവനും ആരാധിക്കുന്നു അവനെ തന്നെ. ഇപ്പോൾ സാർവലൗകികമായി സകല സംസ്കാരങ്ങളിലും ജീവിക്കുന്ന മനുഷ്യരിൽ എല്ലാം ഈ ബോധം കാണാൻ കഴിയാതെ പ്രതിഫലിക്കുകയാണ്. ഇത് സാർവലൗകികമാണ്.
നാം പറഞ്ഞതുപോലെ ആരാധന മൂർത്തികൾ വ്യത്യസ്തമാണ്. അറിവില്ലായ്മ കൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ അജ്ഞാത ദേവന്, കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളുടെ പിന്നാലെ, സത്യദൈവം വെളിപ്പെടുത്തിയ ബിംബങ്ങൾ ഉണ്ടാക്കരുത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് പറഞ്ഞത് കൽപ്പനകളെക്കുറിച്ച് അറിവില്ലാതെ മനുഷ്യൻ, ഇഴജന്തു, നാൽക്കാലി തുടങ്ങിയവ ആരാധിക്കുന്ന മനുഷ്യർ. റോമലേഖനം 1-ാം പൗലോസ് പറഞ്ഞ പോലെ തരം താഴ്ന്ന മനുഷ്യന്റെ സങ്കല്പങ്ങൾ. അപ്പോൾ നരവംശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്ര മേഖല പോലും, അതായത് മനുഷ്യനെ പഠിക്കുന്ന ശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലിലും ഇത് വളരെ വ്യക്തമാണ്. എല്ലായിടത്തുള്ള മനുഷ്യൻ മതബോധമുള്ളവനാണ്. മതം മനുഷ്യന്റെ ഉള്ളിൽ ജന്മവാസനയായിട്ട് ഈ ബോധമുണ്ട്, ഈ ആഗ്രഹമുണ്ട്. മനുഷ്യൻ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവനാണ്. വെറും ശരീരമല്ല മനുഷ്യൻ. അവനെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ ദൈവത്തെ തേടുക തന്നെ വേണം. അതിൻ്റെ അവസരവും അനുഗ്രഹവും അവൻ തന്നെ, മനുഷ്യൻ തന്നെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഏതും തോട്ടത്തിൽ. പിന്നെ തേടുകയാണ് ദൈവത്തെ, അന്വേഷിച്ച് നടക്കുകയാണ്, തപ്പി നടക്കുകയാണ്, മലകൾ കയറുകയാണ്, പുഴകളിൽ മുങ്ങി താഴുകയാണ്, കാടുകളിലൂടെ അലിഞ്ഞു തിരിയുകയാണ്. ദൈവം ദൈവം ദൈവം. ഇവിടെ ദൈവത്തെ കണ്ടെത്താൻ മനുഷ്യൻ പൂർണ്ണനാകില്ല. മനുഷ്യരെ ആത്മീക അല്ലെങ്കിൽ ബോധമുള്ള ഒരു സൃഷ്ടിയാണ്. ആ വിധത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ മനുഷ്യന് ആരെയെങ്കിലും എന്തിനെങ്കിലും ആരാധിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ശൂന്യമാണ്, നിഷ്ഫല ഫലമാണ്, ലക്ഷ്യം തെറ്റിയവനാണ്, സംതൃപ്തി കിട്ടാത്തവനാണ്. മനുഷ്യൻ ആരെയെങ്കിലും എന്തിനെങ്കിലും ആരാധിക്കണം, കുമ്പിട്ട് വണങ്ങി ആരാധിക്കണം. അത് മനുഷ്യ സഹജമായ ജന്മസിദ്ധമായ ഒരു അവസ്ഥയാണ്. ഈ തരത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു മതജീവിയായിട്ട്. അതുകൊണ്ട് അവൻ ആരാധിക്കേണ്ടത് അവന് ആവശ്യമാണ്. അപ്പം മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ഘടകം തള്ളിക്കളയരുത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് പറയുന്ന പ്രയോഗം മനുഷ്യനെക്കുറിച്ച് അറിവില്ലാത്ത മനുഷ്യരുടേതാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല, ലഹരിയല്ല. അഥവാ നാം മതമെന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ദൈവവചനപ്രകാരമുള്ള അർത്ഥത്തിലാണ്. മതം, റിലീജിയൻ, മനുഷ്യരെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന മാർഗം എന്ന അർത്ഥത്തിൽ. മനുഷ്യൻ്റെ ഈ വിചാരം ദൈവം വെച്ചിട്ടുണ്ട്. അത് സാധാരണയാണ്. മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ പരസ്പരം മറ്റു മനുഷ്യരുമായി സഹവർത്തത്തിൽ ആരംഭിക്കുമ്പോൾ അവൻ മുകളിലോട്ട് നോക്കും. അവൻ മനുഷ്യരുമായി ഇടപഴകുവാൻ നിയമങ്ങൾ വേണം, അച്ചടക്കം വേണം, അത് നൽകാൻ ഒരാൾ വേണം. നമ്മൾ കളികളുടെ നടുവിൽ റെഫറി ഉള്ളതുപോലെ നിയന്ത്രിക്കാൻ ഒരാൾ വേണം. അപ്പം ഇത് വളരെ സാധാരണയാണ്, സ്വാഭാവികമാണ്. അമാനുഷികമായൊരു ശക്തി അല്ലെങ്കിൽ ശക്തികളെ, ചില മതങ്ങളിൽ ആയിരക്കണക്കിന് ശക്തികളെയാണ് ആരാധിക്കുന്നത്. ആയിരക്കണക്കിന് ശക്തികളാണ്. ചിലർ മനുഷ്യർക്ക് ദേവരൂപം കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ആരാധനയുടെ ദാഹത്തെ കാണിക്കുകയാണ്. ഇപ്പോൾ ഭൂമുഖത്ത് ദൈവമെന്ന സങ്കല്പം, ഈശ്വരൻ എന്ന സങ്കല്പം പിൻപറ്റാത്ത, വിശ്വസിക്കാത്ത, ആരാധിക്കാത്ത ഒരു കൂട്ടരുമില്ല. ഏതെങ്കിലും തരത്തിൽ അവർ എന്തിനെങ്കിലും ആരാധിക്കുന്നുണ്ട്. തെറ്റായ ആരാധനയാണ്. തെറ്റിപ്പോയ ആടുകളെ പോലെ വഴിതെറ്റി കിടക്കുകയാണ്. പക്ഷെ ആരാധിക്കുക എന്നൊരു താല്പര്യം എല്ലാ മനുഷ്യനും. അതാണ് നമ്മുടെ വിഷയവും. അത് പദാർത്ഥത്തിൽ നിന്ന് വന്നതല്ല. ഇത് വെറും മണ്ണിൽ നിന്ന്, പൊടിയിൽ നിന്ന് വന്നതല്ല. വരില്ല അങ്ങനെയൊരു ആഗ്രഹം. അവർക്ക് പദാർത്ഥത്തിൽ നിന്നാണ്, പൊടിയിൽ നിന്നാണ്. എന്തിനാണ് അവർക്ക് ദൈവം? അപ്പം ഇത് വ്യക്തമായി കാണുന്ന ഉന്നതമായൊരു ശക്തി, ഒരു സത്വം, ഒരു ഉണ്മ, ഒരു വാസ്തവം, ദൈവമെന്ന വാസ്തവം ഉണ്ട്. അവർ ഈ ലോകം മുഴുവൻ തപ്പി നടക്കുന്നത്. ദൈവം നിങ്ങളെ അന്വേഷിച്ചാൽ കണ്ടെത്തും. അന്വേഷിക്കണമെങ്കിൽ ദൈവവചനം എന്ന വഴിയിലൂടെ അന്വേഷിക്കണം. വചനമാണ് ആ പാത. ദൈവത്തിൽ എത്താനുള്ള മാർഗം വചനമാണ്. ദൈവം വെളിപ്പെടുത്തിയ വചനമാണ്. അതിലൂടെ പോയ യഥാർത്ഥ സത്യദൈവത്തെ കണ്ടെത്താം. അതാണ് പ്രവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അരയോബിക കുന്നിൽ നിന്നുകൊണ്ട് ആ തത്വചിന്തകന്മാരോട് വ്യക്തമായിട്ട് പറഞ്ഞു. ലോകം അതിൽ ഉണ്ടാക്കിയ ദൈവം, സകലർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്ന ദൈവം, സകലത്തിൻ്റെ നാഥനായ സൃഷ്ടാവായ ദൈവം, കെട്ടിടത്തിൽ വസിക്കാത്ത ദൈവം, ആത്മസ്വരൂപനായ ദൈവം, സർവ്വം നിറഞ്ഞു കിടക്കുന്ന ദൈവം, നാം ഇരിക്കുന്നതും ചരിക്കുന്നതും ജീവിക്കുന്ന അവനിലാണ്. അവനെ കണ്ടെത്തണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ നമ്മെ പലയിടത്ത് ആക്കി വെച്ചിരിക്കുന്നത്. നാം അവനെ അന്വേഷിക്കണം. മനുഷ്യരുടെ ഉള്ളിലെ ആഗ്രഹം, ആ താല്പര്യം ഉണ്ടാകണം. അപ്പോൾ ഒന്നാം നമ്മൾ കണ്ടു മനുഷ്യൻ്റെ ഉള്ളിൽ മതബോധം, ദൈവവിചാരം. 2, മറ്റൊരു സുപ്രധാന സത്യം എന്ന് പറയുന്നത് സാർവലൗകികമായി കാണാൻ കഴിയുന്ന ഒന്ന്. ഇപ്രകാരം മതബോധമുള്ള മനുഷ്യൻ പരമോന്നതമായ ഉന്നതമായൊരു ശക്തിയിലേക്കാണ് അവൻ്റെ ചിന്തയും ആഗ്രഹവും ആരാധനയും. മനുഷ്യരെ ആരാധിക്കുന്നില്ല. അത് വളരെ തരം താഴ്ന്ന അവസ്ഥയാണ്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ആരാധിക്കുന്നത്, ഒരു സ്ത്രീയെ ആരാധിക്കുന്നത് തരം താഴ്ന്ന അവസ്ഥയാണ്. മനുഷ്യൻ തന്നെക്കാൾ ഉന്നതനായ, പരമോന്നതമായ ഒരു ഉണ്മയെ, ശക്തിയാണ് തേടുന്നത്. കാരണം മറ്റൊരു മനുഷ്യന് എൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് പരമോന്നതനായ, ശക്തനായ, ഉന്നതനായ, കഴിവുള്ള ഒരാളെയാണ് തേടുന്നത്. അത് എല്ലായിടത്തും കാണാം ഈ പരമോന്നതമായ ശക്തിയിലേക്കുള്ള താല്പര്യം. ഇപ്പം മനുഷ്യൻ അവനിൽ തന്നെ മതബോധമുള്ളവനാണെന്ന് ഒന്നാമത് കണ്ടു. രണ്ടാമത് ഉന്നതമായ ഒന്നിലേക്കാണ് മനുഷ്യൻ തിരിയുന്നത്. ഉന്നതമായൊരു ശക്തി, അമാനുഷികമായ ഒന്നിലേക്ക് എല്ലാം നടത്തിത്തരാൻ കഴിയും. ഈ ചിന്തയാണ് അവനെ ഈ വലിയ മലവെള്ളപ്പാച്ചിലിന്റെ മുമ്പിലും, അഗ്നിപർവ്വതത്തിന്റെ മുമ്പിലും, മിന്നലിന്റെ മുമ്പിലും, ഇടിയുടെ മുമ്പിലും, തീയുടെ മുമ്പിലും കുമ്പിട്ട് വീഴാൻ അവൻ ഇടവരുത്തിയത്. കൂറ്റം മൃഗങ്ങളുടെ മുമ്പിൽ അവൻ കുമ്പിട്ട് വീണ് ആരാധിക്കാൻ ഇടവരുത്തി. ഈ ഒരു താല്പര്യമാണ്. ഉന്നതമായ ഒന്ന്, തന്നെക്കാട് ഉന്നതമായ അമാനുഷികമായ ഒന്നിന്റെ മുമ്പിൽ അവൻ കുമ്പിടുകയാണ്. ചില മനുഷ്യനുള്ള ഈ താല്പര്യം ദൈവവിചാരത്തെ നിഷേധിക്കാൻ, തള്ളിക്കളയാൻ കണ്ടെത്തിയ മാർഗം, പരിണാമവാദികൾ പ്രത്യേകിച്ച്, ഇത് മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കിയ ഒന്നാണ് ദൈവം. മനുഷ്യന് അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, അതിനെ നിർവചിക്കാൻ അവൻ തന്നെ കണ്ടുപിടിച്ചൊരു മാർഗം, അവൻ്റെ ഒരു വ്യാമോഹമാണ് മതം, ദൈവമെന്നല്ല. ഇങ്ങനെ പറഞ്ഞ് സ്വന്തം ജീവിതത്തെ താറുമാറാക്കുന്ന അനേകം ലോകത്തിലുണ്ട്. നിരീശ്വരവാദികൾ എന്നൊരു വിളിക്കും. ഈശ്വരനില്ലെന്ന് വാദിക്കുന്നവർ. അത് പറയുന്നത് പോലെ ദൈവം നൽകിയ ശ്വാസം കൊണ്ടാണെന്ന് അവർ അറിയുന്നില്ല. ഇപ്പോൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. അവർ പറയുന്നത് ദൈവം എന്ന് പറയുന്ന മനുഷ്യനുണ്ടാക്കിയ സങ്കല്പമാണ്. പക്ഷേ സ്വപ്നം, വ്യാമോഹം മാത്രമാണ്. ഒരിക്കലുമല്ല. അവർ മരിച്ചു കഴിയുമ്പോൾ അവരത് അനുഭവിക്കും. അന്നേരം മനസ്സിലാകും. തീപ്പൊയ്കയിൽ കിടക്കുന്ന സമയത്ത് ആലോചിക്കും, തിരിച്ചറിയും നമ്മൾ പറഞ്ഞത് തെറ്റായിപ്പോയി. ലോകത്ത് ജീവിച്ചിരുന്ന അനേക പരിണാമവാദികൾ മരണസമയത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞു, അന്വേഷിക്കേണ്ടത് ഞാൻ അന്വേഷിച്ചില്ല, അറിയേണ്ടത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ മനുഷ്യൻ ആരംഭിച്ചത് ഏകദൈവ വിശ്വാസിയായിട്ടാണ്. കാരണം മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച ഏക മനുഷ്യൻ, ഒരു മനുഷ്യൻ നിന്നാണ് സകലവും ഉണ്ടായത്. ആ ഏക മനുഷ്യൻ ഏകദൈവ വിശ്വാസിയാണ്. പിന്നീട് മനുഷ്യൻ ചിതറിപ്പോയപ്പോൾ അവൻ ബഹുദൈവ വിശ്വാസിയായി. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നിമ്രോദിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു വ്യക്തമായി. മനുഷ്യൻ ചിതറി, വ്യത്യസ്ത ഭാഷകളുണ്ടായി, പല ദേശങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട് വ്യാപിക്കപ്പെട്ടു. അങ്ങനെ മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിലുള്ള ഈ ദൈവചിന്ത അവൻ പല രൂപത്തിലേക്ക് പുറത്തു കൊണ്ടുവന്നു. ബഹുദൈവ വിശ്വാസികളായി മാറി. എല്ലായിടത്തും, എല്ലാ നാട്ടിലും അനേക പതിനായിരക്കണക്കിന് ദേവന്മാരും ദേവതകളുമാണ്, സങ്കല്പങ്ങളാണ്. ആനപ്പുറത്തിരിക്കുന്ന ദൈവം, ആമയുടെ പുറത്തിരിക്കുന്ന ദൈവം, വലിയ മരമായിട്ട് കാണുന്ന ദൈവം, പാമ്പിനെ ആരാധിക്കുന്ന ദൈവം, കുരങ്ങനെ ആരാധിക്കുന്ന ദൈവം, ആനയെ ആരാധിക്കുന്ന, ചീങ്കണ്ണിയെ ആരാധിക്കുന്ന, എല്ലാ ഇഴജന്തുക്കളെയും ആരാധിക്കുന്നവരുണ്ട് ഭൂമികത്ത്. പൂച്ചയെ ആരാധിക്കുന്നവർ, പട്ടിയെ ആരാധിക്കുന്നവർ ഈജിപ്ത് ദേശങ്ങളിലുണ്ടായിരുന്നവർ. പ്രപഞ്ചമുള്ള സകലതിനെയും ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു രാജ്യമാണ്, ലോകമാണിത്. യഥാർത്ഥ സത്യദൈവ പരിജ്ഞാനം നഷ്ടപ്പെടുത്തിയ ലോകം. പ്രവൃത്തി പുസ്തകം 17-ാമത് 26, 27 നമ്മൾ വായിച്ചു. ഉൽപ്പത്തി 1-ാമത് 26, 27 മനുഷ്യർ ദൈവഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുത്തുകൊണ്ടാണ് അവൻ്റെ ഉള്ളിൽ ഈ മതബോധമുള്ളത്. ദൈവഛായയും ദൈവസാദൃശ്യമുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവവിചാരം വരാൻ കാരണം ഈ മണ്ണിൽ നിന്ന് അവന് കിട്ടിയതല്ല, പരിണമിച്ച കുരങ്ങനിൽ നിന്ന് കിട്ടിയതല്ല ഈ ബോധം. കുരങ്ങൻ ഈ ബോധമില്ല. കുരങ്ങൻ ദൈവത്തെ ആരാധിക്കുന്നില്ല, അതിന് സംസാരിക്കാൻ കഴിവില്ല, ദൈവത്തെ സൂചിച്ച് പാടാൻ കഴിവില്ല. മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ കഴിവ്. അത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ഈ കഴിവ് ദൈവം കൊടുത്തത്. അപ്പോൾ മനുഷ്യ ദൈവഛായയിലും സാദൃശ്യത്തിലും മെനയപ്പെട്ടവനാണ്. ഒരു കാര്യം നമ്മൾ പ്രധാനമായി കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞു. ദൈവം വ്യക്തമായി കൽപ്പിച്ചത്, നിങ്ങൾ എന്നെ അന്വേഷിച്ച് കണ്ടെത്തും, ഞാൻ നിങ്ങൾക്ക് അകന്നിരിക്കുന്നവനല്ല, സത്യമായി നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ നിങ്ങളുടെ സമീപത്തുണ്ട് എന്നൊക്കെ ദൈവം പറയുമ്പോൾ എൻ്റെ പിന്നിലുള്ള സത്യം എന്താണ്? ദൈവം നമ്മുടെ ചുറ്റിലുമുണ്ട്, ദൈവം നമ്മുടെ സമീപത്തുണ്ട്. നാം വിളിക്കണം, അന്വേഷിക്കണം, ആഗ്രഹിക്കണം. നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ എന്നിലേക്ക് ഹൃദയമുയർത്തി നിലവിളിച്ചാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം സമീപത്തുള്ളത് കൊണ്ടാണത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അർത്ഥം ദൈവമുണ്ട്. ദൈവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മോട് ആവശ്യപ്പെട്ടത്. ദൈവത്തുള്ള ബന്ധം സ്വയം മനുഷ്യൻ നശിപ്പിച്ചതാണ്. ദൈവം അകന്നതല്ല, ദൈവത്തിൻ്റെ കൈ കുറുകിയതല്ല. നമ്മുടെ പാപനിമിത്തമാണ് നമ്മൾ അകന്നത്. പക്ഷെ ദൈവം നമ്മളെ വിട്ടു പോയിട്ടില്ല. ദൈവം ഭൂമിയെ ഉപേക്ഷിച്ച് പോയിട്ടില്ല. ഭൂമിയുടെ നടുവിലുണ്ട് അവൻ്റെ ആത്മീക സാന്നിധ്യം, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി അന്വേഷിച്ച പല സാഹചര്യങ്ങളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും വരുമ്പോൾ ദൈവമേ എന്ന് വിളിച്ച, ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം ജീവിതത്തിൽ കൊടുത്താൽ, ദൈവനെ അനുസരിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ സമീപത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വലിയ തെളിവാണ്. ഇന്ന് നമ്മൾ അടുത്ത വാദത്തിലേക്ക് പോകുമ്പോൾ, 5-ാമത്തെ വാദത്തിലേക്ക് പോകുമ്പോൾ, മനുഷ്യൻ്റെ സന്മാർഗബോധം, അല്ലെങ്കിൽ പല പേരുകൾ പറയാം, സദാചാരബോധം അല്ലെങ്കിൽ ധാർമ്മിക ബോധം. ഈ ബോധത്തിൽ നിന്നുള്ളൊരു വാദമുണ്ട്. വളരെ മനോഹരമായൊരു തെളിവാണ്.
എന്താ നമ്മൾ ഈ പറയുന്നത്? ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവ്, ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ വാദഗതികൾ. അപ്പം ഈ ഒരു വാദം, മനുഷ്യൻ്റെ സദാചാര ബോധത്തിൽ നിന്നുള്ള വാദം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. ഒന്ന്, മനുഷ്യൻ്റെ ആത്മീക ജീവിയാണ്. മനുഷ്യൻ്റെ ആത്മീക ജീവിയായതുകൊണ്ട് അവന് ആത്മീക ആവശ്യങ്ങളുമുണ്ട്. മനുഷ്യന് വീട് വെട്ടി കൊടുത്തുകൊണ്ടോ നല്ല ആഹാരം കൊടുത്തുകൊണ്ടോ നല്ല വേഷമണിയിച്ചുകൊണ്ടോ മനുഷ്യൻ ഒരിക്കലും പൂർണ്ണനായി തൃപ്തനാകില്ല. അവിടെ അവനൊരു ആത്മീക അവസ്ഥയുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ദൈവം പറഞ്ഞു ദേഹം, ദേഹി, ആത്മാവ്. അതിൽ ഏറ്റവും പ്രധാന ആത്മാവാണ്. അതിൻ്റെ ആവശ്യം നിറവേറ്റുന്നത് വരെ മനുഷ്യൻ അസ്വസ്ഥനാണ്. അപ്പം മനുഷ്യൻ ആത്മീക ജീവിയാണ്, അവന് ആത്മീക ആവശ്യങ്ങളുണ്ട്. രണ്ടാമത്, മനുഷ്യൻ്റെ ധാർമ്മിക മനസ്സാക്ഷിയുണ്ട്. ഈ ധാർമ്മിക മനസ്സാക്ഷി അവൻ ശരി ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന, പ്രേരണ കൊടുക്കുന്നതാണ് ഈ മനസ്സാക്ഷി. ഇത് രണ്ട് തലക്കെട്ടുകളാണ് നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കുന്നത്. അതായത് സദാചാരത്തിൽ നിന്നുള്ള വാദം. ഒന്നാമത്, മനുഷ്യൻ ആത്മീകനാണെന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇത് നമുക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും കേൾക്കുന്ന നിങ്ങൾക്ക് നിശ്ചയമുണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിശ്ചയമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉറപ്പുണ്ടാകും. ഒന്നാമത്, മനുഷ്യൻ ആത്മീകനാണ്. കർത്താവ് യേശു മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ താൻ പരീക്ഷണ സമയത്ത് പിശാചിനോട് സംസാരിക്കുക പറഞ്ഞു. കല്ല് അപ്പമാകാൻ പിശാച് നിർദ്ദേശിക്കുമ്പോൾ യേശു പറഞ്ഞ മറുപടി എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന പ്രസ്താവന വളരെ പൂർണ്ണതയുള്ള സത്യമായ പ്രസ്താവനയാണ്. അത് കർത്താവ് പറഞ്ഞതുകൊണ്ടല്ല, അത് മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവികമായ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യപ്രകൃതി ദൈവിക സൃഷ്ടിയാണെന്നുള്ള വലിയ ലക്ഷ്യത്തെ കാണിച്ചു തരികയാണ്. കാരണം മനുഷ്യൻ വെറും ശരീരം മാത്രമല്ല, വെറും ആഹാരമല്ല മനുഷ്യന് വേണ്ടത്. 3 നേരമോ 4 നേരമോ ആഹാരം കഴിക്കുന്നത് കൊണ്ട് മനുഷ്യൻ തൃപ്തനാകില്ല, മനുഷ്യൻ പൂർണ്ണനാകില്ല. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. അവന് ആഗ്രഹമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്. അത് അവൻ്റെ ദാഹവും വിശപ്പും ഭൗതികമായ കാര്യങ്ങൾക്കുള്ളതല്ല. യഥാർത്ഥ മനുഷ്യൻ്റെ ദാഹവും വിശപ്പും ഭൗതികമായ ആവശ്യവും ഭൗതികമായ വിശപ്പും ദാഹവുമല്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ് ക്രിസ്തു ഗിരിപ്രഭാഷണം ആരംഭിച്ചത്. ഇപ്പം മനുഷ്യൻ ഒരു വിധത്തിൽ പറഞ്ഞ ദ്വന്ദ്വം, അതായത് ഇരട്ടയാണ്. ഒന്ന് ശാരീരികം, രണ്ട് ആത്മീകം അഥവാ ധാർമ്മികം. ഒന്ന് ശരീരം, മറ്റൊന്ന് ധാർമ്മികം, ആത്മീകം. ഇപ്പം മനുഷ്യ ഒരു വിധത്തിൽ ഇരട്ടയാണ്. ഈ ഭൗതിക ലോകത്തിൽ നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനും നിറവേറ്റാനും കഴിയുന്ന എല്ലാമുണ്ട്. അങ്ങനെയാണ് ദൈവഭൂമിയെ അണിയിച്ചൊരുക്കിയത്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സകല ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, തൃപ്തി വരുത്തുവാൻ കഴിയുന്ന എല്ലാം ഭൂമുഖത്തുണ്ട്. ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യൻ അവൻ്റെ ശരീരത്തിലെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒന്നുമില്ല. എല്ലാം ഇവിടെ തന്നെയുണ്ട്. എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ അനുഗ്രഹിച്ച് നിറച്ചു വെച്ചിട്ടാണ് മനുഷ്യൻ 6-ാം ദിവസം സൃഷ്ടിച്ചത്. പക്ഷേ ഈ ഭൗതികമായ പ്രകൃതിയിലൂടെയുള്ള വസ്തുവകകളെ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒന്ന് മനുഷ്യനുണ്ട്. ഈ ഭൗതിക വസ്തുക്കളെ കൊണ്ടും പ്രകൃതിയുള്ള ഒന്നിനെ കൊണ്ടും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യൻ. സമരിയക്കാരി സ്ത്രീയോട് കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ വെള്ളം കോരാമെന്ന് അവളോട് കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനെ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവരെ നിത്യജീവികളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. യോഹന്നാൻ 4-ാം അധ്യായം 13-14 വാക്യം. കർത്താവ് യേശു വ്യക്തമായി ഈ ഭൂമിയിലെ കാര്യങ്ങൾ കൊണ്ട് ആ കാര്യങ്ങൾ നീ എത്ര വാരി കുടിച്ചാലും എത്ര ഭക്ഷിച്ചാലും നിന്റെ തൃപ്തി വരില്ല, നിനക്ക് തൃപ്തി കിട്ടില്ല. ഞാൻ തരുന്നൊരു ജലമുണ്ട്, ദൈവമായുള്ള ബന്ധത്തിലൂടെ ലഭിക്കുന്ന ഒരു ജലമുണ്ട്, അത് മനുഷ്യരെ തൃപ്തിപ്പെടുത്തും. ഈ ഭൂമിയിലെ ഒന്നിനും മനുഷ്യൻ്റെ ആത്മീക ദാഹത്തെ, വിശപ്പിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ചോദ്യം, ഈ മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ഭൗതികമായ ആഹാരം കഴിച്ചതുകൊണ്ട് അവൻ പൂർണ്ണനാകില്ല. ഒരു നിരന്തരമായ ദാഹം, നിരന്തരമായ വിശപ്പ്, ഈ ഭൗതികമായ വസ്തുക്കൾക്കും അപ്പുറമായിട്ടുള്ളൊരു വിശപ്പും ദാഹവും മനുഷ്യനിലുണ്ട്. 42-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകർ എന്താ പറഞ്ഞത്? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവത്തിൽ ചെല്ലുവാൻ ഇടയാകും? ദൈവമായിട്ട് ഒരു ബന്ധത്തിന് വേണ്ടി വല്ലാതെ ദാഹിക്കുന്ന ഒരു ഹൃദയവും മനസ്സും. ദൈവം അത് തേടുകയാണ്. ദൈവത്തെ തേടി അലയുന്ന മനുഷ്യനെ ദൈവം സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്.
അപ്പൊ ഈ ചിന്തകൾ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ നരവംശ ശാസ്ത്രത്തിന്റെ ചിന്തകളുമായിട്ട് ബന്ധപ്പെടും. അതെന്താണ്? മനുഷ്യരുടെ ഒരു ജന്മവാസനയായിട്ടൊരു മതബോധം, മതവിചാരമുണ്ടെന്ന് നേരത്തെ പറഞ്ഞ വാദവുമായിട്ടൊരു ബന്ധമുണ്ട്. മനുഷ്യരുടെ ആത്മീക ജീവിയാണ്. അവൻ്റെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തുന്നത് ആത്മീക ഭക്ഷണത്തിലൂടെ മാത്രമാണ്. ആത്മീകമായ ഭക്ഷണം കഴിക്കാത്ത മനുഷ്യർ ഒരിക്കലും തൃപ്തനല്ല. സോ ഞാൻ തന്നെ ജീവന്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല, വിശക്കില്ല. ദൈവവചനമാണ്. ഞാൻ നിങ്ങൾ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ദൈവവചനത്തെ നിഷേധിക്കുന്ന മനുഷ്യൻ പട്ടിണിയിലാണ്, വിശന്ന് കിടക്കുകയാണ്. അതുപോലെ രോഗബാധിതനാക്കും, അവനെ നശിപ്പിച്ചു കളയും. ഇത്ര മനോഹരമായ ഭക്ഷണം, പോഷണം നമുക്ക് തന്നിട്ട് അത് കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ, അനുഭവിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ അവസ്ഥ. അവരാരും ആത്മീക ജീവിതം ജീവിക്കുന്നില്ല. ഇപ്പം മനുഷ്യൻ ആത്മീക ജീവിയാണ്. അവൻ്റെ സംതൃപ്തി ആത്മീക ഭക്ഷണത്തിലൂടെയാണ്. ഇപ്പം ശ്രദ്ധിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എത്ര ന്യായമായ ചിന്തയാണ്. ദൈവം അവൻ്റെ ഉള്ളിൽ, അവൻ്റെ മനസ്സിൽ ആത്മീകമായൊരു ദാഹത്തിന് വേണ്ടിയുള്ളൊരു അവസ്ഥ ദൈവം സൃഷ്ടിക്കില്ലേ? വെറും ശരീരം മാത്രമാണോ ദൈവം മെനയുന്നത്? ദൈവം മനുഷ്യനെ തൻ്റെ ചായയിലും സാദൃശ്യത്തിലും മെനയുമ്പോൾ തന്നെ തേടാനും അന്വേഷിക്കാനും അറിയാനും തന്നിൽ സംതൃപ്തി കിട്ടാനും ഉള്ള ഒരു സഹജമായൊരു അവസ്ഥ മനുഷ്യനുള്ളിൽ ദൈവം സൃഷ്ടിക്കില്ലേ? തീർച്ചയായും സൃഷ്ടിക്കും. അങ്ങനെ ഒരു ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ദൈവമേ എന്നൊരു ചിന്തയുണ്ട്, താല്പര്യമുണ്ട്, ദാഹവും വിശപ്പുമുണ്ട്. ഇത് ഉറവിടം എവിടെ നിന്നാണ്? ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? വെറും ബുദ്ധിവൈഭവമാണോ ഇത്? വെറും ഇതിന് ഉറവിടത്തിൻ്റെ ഇത് പ്രശംസ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം ആരാണോ ആ വ്യക്തിക്ക് നമ്മൾ പ്രശംസയും ബഹുമാനവും പുകഴ്ചയും കൊടുക്കണം. ഇതിൻ്റെ കാരണം ദൈവമാണ്. മനുഷ്യർ തമ്മിൽ പെരുമാറാൻ, നല്ല രീതിയിൽ ബഹുമാനിച്ച് പെരുമാറാനുള്ള ബുദ്ധിവൈഭവം ദൈവം നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ദാഹത്തിൻ്റെ പിന്നിലുള്ള കാരണം ആരാണ്? ദൈവമാണ്. നമ്മുടെ ഉള്ളിൽ ആ ദാഹം വെച്ചത് ദൈവമാണ്. ദൈവത്തെ കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ഉള്ളിൽ ദാഹം വെച്ചത്. ആദ്യ മനുഷ്യർ സൃഷ്ടിച്ചപ്പോൾ അവൻ ദൈവത്തെ കണ്ടെത്തി കൂടെ നടന്നവനാണ്. അത് അവൻ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. ദൈവത്തിൻ്റെ കൈ കുറുകിയതല്ല. അപ്പം മനുഷ്യൻ വെറും പദാർത്ഥമല്ല. പദാർത്ഥം ധാർമ്മികമല്ല, സദാചാര ബോധമല്ല പദാർത്ഥത്തിൽ. മണ്ണിന് സദാചാര ബോധമില്ല, പക്ഷെ ബുദ്ധിക്കുണ്ട്. അപ്പോൾ വളരെ ന്യായമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയും, മനുഷ്യൻ്റെ ആത്മീക ദാഹങ്ങൾ ഉത്ഭവിച്ചത് ആത്മീകമായൊരു ഉറവിടത്തിൽ നിന്നാണ്. മനുഷ്യരുടെ ആത്മീക ദാഹവും വിശപ്പും ഉത്ഭവിക്കുന്നത് അവനത് ഉള്ളത് എന്തുകൊണ്ടാണ്? ധാർമ്മികമായൊരു ഉറവിടത്തിൽ നിന്ന് അവൻ ഉത്ഭവിച്ചത് കൊണ്ടാണ്. മണ്ണിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ടല്ല, മണ്ണിൽ നിന്ന് അവൻ ഉത്ഭവിച്ചതല്ല. അവൻ്റെ ദേഹം മണ്ണിലേക്ക് പോകാനുള്ളതുകൊണ്ട് മണ്ണിൽ നിന്നുണ്ടായി. പക്ഷെ അവൻ്റെ ഉള്ളിൽ ദേഹി, ആത്മാവ് ഒക്കെ ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പം ആത്മീകമായ ദാഹം, മനുഷ്യനുള്ള ആത്മീക ദാഹം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്ഭവമായ ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവമുണ്ട്. ഈ ഭൗതിക ലോകത്തിനും അപ്പുറമായിട്ട് ആ സത്യം, ഉണ്മ ഉണ്ട്. അപ്പോൾ മനുഷ്യൻ ഒന്നാമത് ആത്മീയ. രണ്ടാമത്, ഇപ്പോൾ സമയം നമ്മൾ കൂട്ടിലെടുത്താലും ഇത് നമുക്ക് പൂർത്തീകരിച്ച് പോകാൻ നോക്കാം. രണ്ടാമത്, മനുഷ്യനിൽ ഒരു സദാചാര ധാർമ്മിക മനസ്സാക്ഷിയുണ്ട്. എന്താ ഈ മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ? ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധം. മനസ്സാക്ഷിക്ക് ശരിയും തെറ്റും തിരിച്ചുള്ള ബോധം വെച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ അതുകൊണ്ട്. തിന്മയെക്കാളുപരി നന്മ സ്വീകരിക്കണമെന്നുള്ള ബോധം, ശരി സ്വീകരിക്കാനുള്ള ബോധം, ശരി തിരഞ്ഞെടുക്കാനുള്ള ബോധം. ദൈവവചനത്തിൻ്റെ മാനദണ്ഡപ്രകാരമുള്ള ശരിയായിരിക്കില്ല മനുഷ്യർ തിരഞ്ഞെടുക്കുന്നത്, പക്ഷേ ഈ തിരഞ്ഞെടുപ്പുള്ള കഴിവുണ്ട്. ശരി, അവരുടെ കാഴ്ചപ്പാടിൽ തെറ്റെന്ന് തോന്നുന്നതിനേക്കാൾ മാറ്റിവെച്ച് ശരി തിരഞ്ഞെടുക്കാനുള്ള ബോധം എല്ലാ മനുഷ്യരിലുമുണ്ട്. അവർ ശരിയും തെറ്റും നിർണ്ണയിക്കുന്നതിൻ്റെ മാനദണ്ഡം വചനമാകണമെന്നില്ല, മറ്റു പല സാഹചര്യങ്ങളാകാം. പക്ഷെ നമ്മുടെ വിഷയമൊന്നല്ല, ഈ ബോധം അവൻ്റെ ഉള്ളിലുണ്ട്. ഈ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കേണ്ട കഴിവുണ്ട് അവൻ്റെ ഉള്ളിൽ. തെറ്റ് വേണ്ട, ശരി മതി എന്ന് പറയാൻ. ഈ പുസ്തകം വേണ്ട, ആ പുസ്തകം മതി. ഈ ഭക്ഷണം വേണ്ട, ആ ഭക്ഷണം മതി. ഈ വേഷം വേണ്ട, ആ വേഷം മതി. ഇവിടെ പോകണ്ട, അവിടെ പോയാൽ മതി. ഈ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മനുഷ്യന് ദൈവം വെച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ ശരി ഏതാണ്, തെറ്റേതാണ്, തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. അപ്പോൾ ഈ ഒരു മനസ്സാക്ഷിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അതാണ് അവനെ ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന പ്രേരക ഘടകം. അങ്ങനെ തിരഞ്ഞെടുത്താൽ എനിക്ക് പിന്നീട് ബുദ്ധിമുട്ട് വരും. ഇവിടെ എങ്ങനെ തിരഞ്ഞെടുക്കണം? ശരിയും തെറ്റും തിരഞ്ഞെടുക്കേണ്ട പ്രേരിപ്പിക്കുന്ന ഘടകം ഈ മനസ്സാക്ഷിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ശരിയെന്ന് തോന്നുന്നു, അവൻ തിരഞ്ഞെടുക്കുന്നു. മനുഷ്യൻ ഇച്ഛാശക്തി പ്രയോഗമുള്ള മനുഷ്യനാണ്. അതായത് ഒരു ഇഷ്ടം ഉണ്ടാവുകയും ഇഷ്ടമനുസരിച്ച് തീരുമാനിക്കുകയും ചെയ്യും. ഒരു ഇഷ്ടം അവനുണ്ട്.
അവൻ്റെ ചിത്തം, അവൻ്റെ മനസ്സിൽ ഇഷ്ടമുണ്ടാവുകയും ആ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ മനുഷ്യരുണ്ട്. ആ അവസ്ഥയാണ് മനുഷ്യർ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതാണ്. എല്ലാ മനുഷ്യർക്കും അറിയാം നീതി ന്യായവുമുണ്ട്, അനീതിയുണ്ട്. അത് അനീതിയാണ്. അയാളെ വെറുതെ വിട്ടു, അനീതിയാണ്. അയാളെ ശിക്ഷിച്ചു, നീതിയാണ്. ഇപ്പം നീതി ന്യായവും ഉണ്ടെന്നും അതോടൊപ്പം അനീതി ഉണ്ടെന്നും എല്ലാ മനുഷ്യർക്കും അറിയാം. നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാം. അവരുടെ വിവേചനം വേറെയാണ്, നിർവചനം വേറെയാണ്. അവരുദ്ദേശിക്കുന്ന നന്മ, അവരുദ്ദേശിക്കുന്ന തിന്മ, അതിന് അവർ കൊടുക്കുന്ന ന്യായീകരണവും വ്യാഖ്യാനവും വ്യത്യസ്തമായിരിക്കാം. പക്ഷെ ഇത് ഉണ്ടെന്ന് അവർക്കറിയാം. നന്മ അത് ശരിയല്ല, അത് ശരിയാണ്, അത് തെറ്റാണ്, ഇത് ശരിയാണ്. ഇപ്പം നന്മ തിന്മ, ശരി തെറ്റ്, ആ ബോധം മനുഷ്യനുണ്ട്. ഇപ്പം മനുഷ്യൻ വിശ്വസിക്കുന്നത് അവൻ നന്മ ചെയ്യണം, ശരി ചെയ്യണം, തിന്മ എതിർക്കണം എന്ന് വിശ്വസിക്കുന്നു. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ആഴമായി അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഈ ഒരു ധാർമ്മിക സംവേദനക്ഷമത, ധാർമ്മികമായൊരു ബോധം, ഈ മനസാക്ഷി. അതവൻ്റെ മനസ്സിൻ്റെ ആഴത്തിലുള്ള ഏതോ ചില നിയമങ്ങൾ തെറ്റിച്ചാൽ വഴിവിട്ട് അതുവഴി പോകാൻ പാടില്ല, ഒഴുകയാണ്. എങ്കിലും പോകുമ്പോൾ മനസ്സിനകത്തൊരു പേടിയുണ്ട്, പോലീസുകാരെ പിടിക്കോ. വഴി തെറ്റായി ചെയ്യുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു ബോധം. ഒരു കാവി നിറമുള്ള വേറെ ഏതെങ്കിലും ഒരു ജോലിക്കാരനെ കണ്ടാൽ പെട്ടെന്ന് പോലീസുകൾ തെറ്റിദ്ധരിച്ച് വണ്ടി ഓഫ് ചെയ്ത് കളയും. ഒരു പേടിയുണ്ട് ഉള്ളിൽ. അതിവിടെ നിന്ന് വന്നു. ഒരു നിയമം തെറ്റിക്കുമ്പോൾ ആ പേടി ഉള്ളിലുണ്ട്. നന്മ ചെയ്യാനുള്ള ആഗ്രഹം, ഇഷ്ടം അതേപോലെയുണ്ട്. നന്മ ചെയ്യണം. പോകുന്ന വഴിക്ക് ഒരാൾ മുറിവേറ്റ് കിടക്കുന്നു, പെട്ടെന്ന് ഫോൺ വിളിച്ച് ആംബുലൻസ് വരുത്തുക, അല്ലെങ്കിൽ കുറേ 3-4 ആൾക്കാരെ വിളിച്ചു വിട്ട് ഓട്ടോറിക്ഷ കയറ്റുകയോ ആശുപത്രി കയറ്റിവിടുക. ആ നന്മ ചെയ്യാനുള്ള ഒരു ബോധം, ഇഷ്ടം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് മണ്ണിൽ നിന്നല്ല. മനുഷ്യൻ മണ്ണിൽ നിന്നാണ് ഉത്ഭവിച്ചെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്ടവും താല്പര്യവും ആഗ്രഹങ്ങളും ഒന്നും മനുഷ്യന് വരില്ല. അപ്പോൾ ഉന്നതമായ മറ്റൊരു ഉറവിടം, നന്മയും കരുണയും സ്നേഹവും വാത്സല്യവും മനസ്സലിവും ഒക്കെ ഉള്ള ഒരു ഉറവിടത്തിൽ നിന്ന് മനുഷ്യനുണ്ടായിരിക്കില്ല. ആ ഉറവിടം ഇതേപോലെ ബോധാവസ്ഥയും അറിവുള്ള ഒരു ഉറവിടമാണ്. ആ ഉറവിടത്താൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് മനുഷ്യന് ഈ കഴിവുള്ളത്. അപ്പോൾ ഈ പ്രതികരണ കഴിവ്, ഈ മനസാക്ഷി സാർവലൗകികമാണ്, സകല മനുഷ്യരിലുമുണ്ട്. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അവൻ്റെ മനസ്സിൽ തന്നെ അന്തർലീനമായത് സഹജമായ ഒന്നാണിത്. അവൻ ഒരു യുക്തി വിചാരത്തിനുള്ള കഴിവ്, ഒരു തീരുമാനമെടുക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് പല വശങ്ങളും പരിശോധിച്ച് യുക്തിയോടെ തീരുമാനമെടുക്കുന്ന കഴിവ് മനുഷ്യൻ്റെ മനസ്സിൽ ദൈവം വച്ചിട്ടുണ്ട്. അപ്പോൾ തീരുമാനമെടുക്കുമ്പോൾ അവൻ പ്രകൃതിയാൽ തന്നെ മനഃപൂർവ്വം അല്ലാതെ ബോധത്തിൽ അല്ലാതെ ചിലപ്പോൾ തീരുമാനമെടുത്തൊന്നും വരും. അപ്പോൾ മനുഷ്യന് മനസ്സാക്ഷിയുണ്ട്. അതവനെ നിർബന്ധിക്കുന്നു ശരി ചെയ്യണം. ചില സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റില്ല, തൽക്കാല നേട്ടത്തിന് വേണ്ടി മനസ്സിനെ അടക്കി വെച്ചിട്ട് തെറ്റ് ചെയ്തെന്ന് വരും. പക്ഷെ അവൻ്റെ ഉള്ളിൽ നമ്മുടെ വിഷയം അവൻ ചെയ്യുന്ന ശരിയ ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുകയല്ല, അവൻ്റെ ഉള്ളിൽ മനസ്സാക്ഷി എന്ന സംവിധാനമുണ്ട്. അത് ചിലപ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാവരും എതിർത്താലും അവന് സ്വയം അവൻ പറയില്ല, എനിക്കറിയാം ഞാൻ ചെയ്തത് ശരിയാണ്. അവൻ ചെയ്തത് നന്മയായതുകൊണ്ട് അവന് സ്വസ്ഥമായി കിടന്നുറങ്ങാം, സമാധാനമുണ്ട്. പക്ഷെ ഭൂരിപക്ഷം എതിർത്തു. 12 പേരെ മോശം അയക്കുമ്പോൾ അതിൽ 10 പേര് പറഞ്ഞില്ല, പറ്റില്ല, നമുക്ക് ആ രാജ്യം തൊടാൻ പറ്റില്ല, കീഴടക്കാൻ പറ്റില്ല, അവിടെ മല്ലന്മാരാണ്. പക്ഷെ യോശുവയും കാലേബും മാത്രം ഉറച്ചു നിന്നു. എന്തുകൊണ്ട്? ഭൂരിപക്ഷം പറയുന്ന പോലെ പോയില്ല. അവർക്കറിയാം, അവർ കണ്ടത്, അവരനുഭവിച്ചത് ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ച ജീവിതമാണ് അവരുടേത്. ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ മല്ലന്മാരോ ഈ കോട്ടയോ ഈ മതിലുകളുടെ പൊക്കമോ ഒന്നും പ്രശ്നമല്ല. അവരുടെ ഹൃദയത്തിൽ നല്ല ബോധമുണ്ട്. ഇപ്പം നമ്മുടെ പ്രവർത്തികൾ ചിലപ്പോൾ നമ്മളെ ന്യായീകരിക്കും. നേരെ മറിച്ച് ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കുറ്റബോധം ഉണ്ടാകും. അയ്യോ, അവരുടെ ആ കൈ വീണ ആ താഴെ വീണ പൈസ അവരെ വിളിച്ച് കൊടുക്കാമായിരുന്നു, അവരെ സഹായിക്കാമായിരുന്നു, ആ സ്വിച്ച് ഓഫ് ചെയ്യാമായിരുന്നു, ആ കുട്ടിയെ എത്രമാത്രം വഴക്ക് പറയണ്ടായിരുന്നു. കുറ്റബോധം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്തത് തെറ്റാണെന്നൊരു ബോധം. ഇപ്പം മനുഷ്യൻ വെറും പ്രകൃതി മാത്രമാണ് ചിന്തിക്കുന്ന ഭൗതികവാദം, പ്രകൃതി മാത്രമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന പ്രപഞ്ചാസക്തനായ മനുഷ്യൻ, പരിണാമവാദിയായിരിക്കുന്ന അങ്ങനെയുള്ളൊരു മനുഷ്യൻ, പ്രകൃതിയാണ് എല്ലാം, പ്രകൃതി തന്നെ അലിഞ്ഞിരിക്കുന്ന ജീവിതമാണ്, പ്രകൃതി പദാർത്ഥമാണ് എല്ലാം എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവനോട് ചോദിക്കണം, ഈ സഹജമായ കഴിവ് മനുഷ്യൻ എവിടെ നിന്ന് കിട്ടി? നന്മ ചെയ്യാനുള്ള സഹജമായ കഴിവ്, തെറ്റ് ചെയ്യുമ്പോൾ കുറ്റബോധം വരുന്ന കഴിവ്, നന്മ ചെയ്യണം എന്നുള്ള വല്ലാത്ത ആഗ്രഹം, എനിക്കൊരു നന്മ ചെയ്യണം, ആ വീടില്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ നന്മ ചെയ്യണം, എന്നാൽ കഴിയുന്ന നന്മ ചെയ്യണം.
ഈ താല്പര്യം എവിടെ നിന്ന് വന്നു? അഥവാ നന്മ ചെയ്യാൻ അവസരമുണ്ട്, കഴിവുണ്ട്, പക്ഷെ ചെയ്യാതിരിക്കുമ്പോൾ പിന്നീട് കുറ്റബോധം വരും. ആ കുറ്റബോധം എവിടെ നിന്ന് വന്നു? ഇതിന് പ്രകൃതിവാദിക്ക് ഉത്തരമില്ല. മനുഷ്യൻ പ്രകൃതി പദാർത്ഥത്തിൽ ഉണ്ടായെന്ന് പറയുന്ന മനുഷ്യന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അവർക്കിത് വിശദീകരിക്കാനും പറ്റില്ല. മനസ്സാക്ഷി എന്നാൽ എന്തെന്ന് അവർക്ക് വിശദീകരിക്കാൻ പറ്റില്ല. മനുഷ്യൻ എന്തുകൊണ്ടാണ് ധാർമ്മിക ജീവിയായിരിക്കുന്നത്, ധാർമ്മിക സദാചാര ബോധമുള്ള ജീവിതമായി മനുഷ്യൻ ഇരിക്കുന്നത് എന്തുകൊണ്ടെന്ന് അവർക്കറിയില്ല പറയാൻ. മനുഷ്യൻ വെറും മൃഗമാണെങ്കിൽ മനുഷ്യൻ എവിടെ നിന്നാണ് ഈ മനസ്സാക്ഷി ഉത്ഭവിച്ചത്? അവരുടെ ധാർമ്മിക സ്വഭാവം രൂപപ്പെട്ടത് മറ്റുള്ളവരുമായി ചേർന്ന് വസിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്, ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയവരുടെ വീട്ടിൽ സന്ദർശിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തി കളിയാക്കി സംസാരിക്കരുത് എന്ന് ആരാ പഠിപ്പിച്ചത്? അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ മാറോട് ചേർത്ത് നിർത്തി അവരുടെ കണ്ണീരുകൾ ഒപ്പണം എന്ന് പഠിപ്പിച്ചത് ആരാണ്? ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ പറയണമെന്നുള്ള ബോധം എവിടെ നിന്ന് കിട്ടി? അപ്പൊ ഇതെത്ര ന്യായമാണ്? മനുഷ്യന്റെ ധാർമ്മികത എന്ന് പറയുന്നത് ധാർമ്മികതയില്ലാത്ത പദാർത്ഥത്തിൽ നിന്നല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബുദ്ധിവൈഭവം, സകല ഗുണനിലവാരങ്ങളും സകല ഗുണങ്ങളുമുള്ള ഒരു ഉറവിടത്തിൽ നിന്ന്, അല്ലാതെ ഈ മനുഷ്യന്റെ മനസ്സാക്ഷിയും ധാർമ്മിക ബോധവും തെറ്റിയുമുണ്ടാകുന്ന കുറ്റബോധവും ഒന്നും മനുഷ്യന് അല്ലാതെ വരില്ല, മൃഗത്തിൽ നിന്ന് വരില്ല. അപ്പോൾ ഉപസംഹരിക്കട്ടെ, ഇതെല്ലാം ഉത്ഭവിപ്പിച്ചവൻ നമ്മുടെ ഉള്ളിൽ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വെച്ചു. ഏതും തോട്ടം മുതൽ അത് കാണാം. തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തി, തിരഞ്ഞെടുപ്പിന് അനുകൂല സാഹചര്യം ദൈവം മനുഷ്യന് കൊടുത്തു. എന്ത് തിരഞ്ഞെടുക്കാൻ? നന്മയും തെറ്റും. ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കുക അല്ലെങ്കിൽ ജീവിക്കാതിരിക്കുക, എൻ്റെ കൽപ്പന അനുസരിക്കുക അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുക, ദൈവജനമനുസരിച്ച് സ്നാനമേൽക്കുക അല്ലെങ്കിൽ സ്നാനപ്പെടാതിരിക്കുക. നിന്റെ തീരുമാനം. ആ തീരുമാനം എടുക്കാനുള്ള അവകാശതയും മനുഷ്യന് കൊടുത്തു. മാത്രമല്ല മനുഷ്യൻ്റെ ഉള്ളിൽ നന്മ ചെയ്യാനുള്ള ആഗ്രഹം കൊടുത്തു. നന്മ ചെയ്യാനുള്ള ആഗ്രഹം. ഹാബേൽ ദൈവത്തിന് യാഗം അർപ്പിക്കുമ്പോൾ ശരിയായിട്ട് എങ്ങനെ അർപ്പിക്കണമെന്നുള്ളൊരു ദാഹം, താല്പര്യമുണ്ടായിരുന്നു നന്മ ചെയ്യാൻ. നോഹയും കുടുംബവും നന്മ ചെയ്തു നിന്നു. സമൂഹം മുഴുവൻ എതിർത്തു. നന്മ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് അവർക്കറിയാം. നന്മ ചെയ്ത് ജീവിച്ചു. അവൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാതിരിക്കുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി പിടയാൻ തുടങ്ങി. യഹൂദന്മാർ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗം കേട്ടപ്പോൾ അവർ കാത്തിരുന്ന മശിഹയായിരുന്നു യേശുക്രിസ്തു. തച്ചൻ്റെ മകനെന്ന് പറഞ്ഞ യേശു കാത്തിരുന്ന മശിഹയാണെന്ന പ്രസംഗം കേട്ടപ്പോൾ, ആ മശിഹയാണല്ലോ ക്രൂശിക്കാരെ അവർ കൂട്ടുനിന്നെന്ന് കേട്ടപ്പോൾ, അധർമ്മികളുടെ കൈകളെ റോമൻ സമൂഹത്തിൻ്റെ കൂടെ നിന്ന് യഹൂദന്മാരുടെ രക്ഷകനെ ക്രൂശിച്ചതായ പാതകത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ ഹൃദയം കുത്തുകൊണ്ട്, ഹൃദയം മുറിവേറ്റു. ഇപ്പം മനുഷ്യൻ തീരുമാനവും ആഗ്രഹങ്ങളൊക്കെ ഉള്ള മനുഷ്യരാണ്. ആ ഒരു ബോധം മനുഷ്യരുണ്ട്. ധാർമ്മികവും സദാചാരപരവുമായ തത്വങ്ങൾ മനുഷ്യരിലുണ്ട്. ഇതെന്താ തെളിയിക്കുന്നത്? ഇത് വെറും പദാർത്ഥത്തിൽ നിന്നല്ല, ഇതെല്ലാം കഴിവുള്ള ഒന്നിൽ നിന്നാണ്. ധാർമ്മികമായ സദാചാരമായ പൂർണ്ണതയുള്ള ഒരു ഉറവിടത്തിൽ നിന്നാണ് മനുഷ്യൻ ഉത്ഭവിച്ചിരിക്കുന്നത്, ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കാനും തെറ്റുകൾ ഒഴിഞ്ഞു നിൽക്കാനും തെറ്റുകൾ വരുമ്പോൾ കുറ്റബോധമുണ്ടാകാനും ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മനുഷ്യനുള്ളത് ഉന്നതമായ ഈ കഴിവുകളുടെ പൂർണ്ണതയുള്ള ഒരു ഉറവിടത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഉപസംഹരിക്കാൻ പറയാൻ കഴിയും, മനുഷ്യൻ്റെ മനസ്സാക്ഷി ഉന്നതമായ മറ്റൊരു മനസ്സാക്ഷിയുടെ സാക്ഷ്യമാണ്. ദൈവം മനസ്സാക്ഷിയുള്ളവനാണ്. നമ്മളെ പോലുള്ള മനസ്സാക്ഷി അല്ലെങ്കിൽ പോലും ദൈവത്തിന് മനസ്സിലുള്ളവനാണ്. ദൈവത്തിൻ്റെ മനസ്സ്. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് മനുഷ്യൻ ഉത്ഭവിച്ചത്, മനുഷ്യൻ്റെ ഈ ആഗ്രഹം ഉത്ഭവിച്ചത്, നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉത്ഭവിച്ചത്, മനസ്സാക്ഷി ഉത്ഭവിച്ചത്. മനുഷ്യൻ്റെ ഈ മനസ്സാക്ഷിയുടെ ഉറവിടം ദൈവം തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയ പ്രധാനപ്പെട്ടൊരു വാദമാണ്. മനുഷ്യനാണെങ്കിൽ അവനിലുള്ള സന്മാർഗബോധം, ധാർമ്മിക ബോധം, സദാചാരബോധം എല്ലാം ഒന്ന് തന്നെയാണ്. മൊറാലിറ്റി അത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവന് കുറ്റബോധം വരുന്നത്, ഒളിച്ചു കളയുന്നു, മൂടിക്കളയുന്നു, മറഞ്ഞിരിക്കുന്നു. ഏതും തോട്ടമെന്ന് നമുക്കത് കാണാം. അവൻ മറഞ്ഞിരുന്നു. അവൻ്റെ ഉള്ളിലെ ബോധം കുത്തിയവന്. മണ്ണിൽ നിന്നല്ല മനുഷ്യൻ, ദൈവം ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവ്. അടുത്ത വാദം സൗന്ദര്യത്തിൽ നിന്നുള്ള വാദം. സൗന്ദര്യം ആസ്വദിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ്, അത് ദൈവം ഉണ്ടെന്നുള്ള മറ്റൊരു തെളിവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും നമുക്ക് ഈ വിഷയത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അനേകം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.